പ്രേക്ഷകർക്കറിയാം, യുക്രൈൻ യുദ്ധം 2 കൊല്ലം പൂർത്തിയാക്കിയത് ഈ 24-ാം തീയതി, കഴിഞ്ഞ 24-ാം തീയതി ആയിരുന്നു. അന്ത്യം എന്താണെന്നറിയാതെ ഈ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. ഈ പരാക്രമശാലികളായ ആയുധധാരികൾ അംഗം വെട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി അവസാനമില്ലാത്തൊരു യുദ്ധമായിട്ട് ഇതിങ്ങനെ തുടരുകയാണ്. യുദ്ധഭൂമിയിലെ വിവരങ്ങൾ കഴിഞ്ഞ 2 കൊല്ലമായി 24-ന് വേണ്ടി തയ്യാറാക്കി അവതരിപ്പിച്ച 2 പേരായിരുന്നു. ഒന്ന് ബൈജു കൊട്ടാരക്കരയും, ഒന്ന് ഡോക്ടർ സന്തോഷ് കുമാർ. ഡോക്ടർ സന്തോഷ് കുമാറാണ്. ഈ ഡോക്ടർ സന്തോഷ് കുമാർ ആളൊരു വലിയ കക്ഷിയാണ് കേട്ടോ. അദ്ദേഹം ഒരു പുലിയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഗസയിൽ പോയിരുന്നു. അവിടെ നിന്ന് യുദ്ധം നടക്കുന്ന ഗസയിൽ ടാങ്കുകളൊക്കെ ഇഴഞ്ഞു നീങ്ങുന്ന യുദ്ധഭൂമിയിലൂടെ, ചോര ചിതറുന്ന മണ്ണിലൂടെയൊക്കെ ഇങ്ങനെ കൂളായിട്ട് നടക്കുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ സന്തോഷ് കുമാർ. അതേപോലെ ബൈജു കൊട്ടാരക്കര ഇടിവെട്ടുന്ന ശബ്ദത്തിൽ മിസൈലുകൾ പാഞ്ഞു കിടക്കുമ്പോൾ അവിടെ പോയി ഇത് എന്തോന്ന് സാധനങ്ങൾ എന്ന് കരുതി അവിടെ പോയി നിന്ന ആളാണ്. അപ്പോൾ ഇവരുടെ ചില അനുഭവങ്ങളിലേക്കാണ് നമ്മൾ നീ കിടക്കുന്നത്. അപ്പോൾ ഇവരും യുക്രൈൻ യുദ്ധം യഥാർത്ഥത്തിൽ 2 കൊല്ലം കടന്നു, ഇനി എന്ന് അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ നടക്കുന്ന ഒരു മഹായുദ്ധത്തിൻ്റെ ഓർമ്മകൾ അവർ നമ്മളുമായിട്ട് ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. അവതാര പുലികളിൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ ഓർമ്മിക്കണം എന്ന് നമ്മൾ വിചാരിച്ചു. യുക്രൈൻ യുദ്ധം എന്നു തീരും? യുക്രൈനിലോ റഷ്യയിലോ ഒരു ഭരണമാറ്റമുണ്ടാകാതെ തീരാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് ഇപ്പോൾ നൽകാവുന്ന ഉത്തരം. മരിച്ചവരുടെയും അനാഥരാക്കപ്പെട്ടവരുടെയും കൃത്യമായ കണക്കുകളില്ല. വിജനമായ തെരുവുകൾ, ഉപേക്ഷിക്കപ്പെട്ട നഗരങ്ങൾ തുടങ്ങി ദുരിതചിത്രങ്ങൾ ഏറെയാണ്. വേദനിപ്പിക്കുന്ന ആ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു 24 സംഘം. യുക്രൈനിലേക്ക് യാത്ര തിരിക്കും മുൻപ് വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ യുവർ ലൈഫ് എന്ന ഫോമിൽ ഒപ്പിട്ടപ്പോൾ അത്ര പേടി തോന്നിയില്ലെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര പറയുന്നു. എന്നാൽ ഹംഗറിയിൽ നിന്ന് കീവിലേക്കുള്ള യാത്രയിൽ വല്ലാതെ പേടിച്ചു. യുദ്ധക്കെടുതി ഏറ്റവും രൂക്ഷമായ സപ്രീഷ്യയിലേക്കുള്ള യാത്ര ജീവൻ കയ്യിൽ പിടിച്ചായിരുന്നു. മരിയപോളിനടുത്തേക്ക് എത്തിയപ്പോൾ ചെറിയ കുറ്റിക്കാടുകളിൽ ബങ്കറുകളിൽ ഇരുന്ന് വെടിയുതിർക്കുന്ന യുക്രൈൻ പട്ടാളവും ഏതാണ്ട് 2 കിലോമീറ്ററിനപ്പുറം വലിയ ഗോതമ്പ് പാടങ്ങൾക്കപ്പുറത്തിരുന്ന് വെടിയുതിർക്കുകയും അവിടുന്ന് മിസൈൽ അയക്കുകയും ചെയ്യുന്ന റഷ്യൻ പട്ടാളത്തെയുമാണെന്ന് കാണാൻ സാധിച്ചത്. പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന ചില റോക്കറ്റിൻ്റെ കഷ്ണങ്ങളുമൊക്കെ ഇയാൾ കാണിച്ചു തന്നു. അത് ഞാൻ ക്യാമറയിലാക്കിയ സമയത്താണ് അവർ ഈ വണ്ടിയെ തന്നെ ലക്ഷ്യമാക്കിയ റോക്കറ്റ് ലോഞ്ചർ അടിച്ചതും അവിടെ വലിയൊരു ഹുങ്കാര ശബ്ദത്തോടു കൂടി ആ ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡ് മുഴുവൻ പൊട്ടിപ്പോയതും ഇതൊക്കെ ലൈവായി നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ കാണിച്ചതാണ്. അന്ന് അവിടെ സ്തബ്ധിച്ച് നിന്നുപോയ എന്നെ തൂക്കിയെടുത്ത് വണ്ടിയിലെറിഞ്ഞത് ഈ കിം എന്ന് പറയുന്ന പട്ടാള ഓഫീസറായിരുന്നു. കീവ്, ഖാർക്കീവ്, മരിയുപോൾ, ഒഡേസ എന്നീ നഗരങ്ങളിലൂടെയും 24 സംഘം സഞ്ചരിച്ചു. ലോകത്തിന്റെ ധാന്യപ്പുര ആയിരുന്നിട്ടുകൂടി ഒരു നേരത്തെ ഭക്ഷണത്തിനായി മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്നവരെ അവിടെ കണ്ടു. (2022) മാർച്ചിൽ യുക്രൈനിൽ എത്തിയപ്പോൾ മുതലുള്ള അനുഭവങ്ങൾ ഡോക്ടർ സന്തോഷ് കുമാർ ഓർത്തെടുത്തു. യുദ്ധഭീതിയിൽ കൂട്ടപലായനം ചെയ്യുന്ന ഒരു ജനതയാണ് കണ്ടത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ കടുത്ത ആരോഗ്യ പ്രതിസന്ധികളും ഉടലെടുത്തു. പുതിയ ചികിത്സാരീതികൾ പരീക്ഷിക്കേണ്ടി വന്നെന്നും ഡോക്ടർ സന്തോഷ് കുമാർ. 8.3 മില്യൺ ആൾക്കാർ ഇങ്ങനെ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തു. ഡയറിയ, ഈ പറയുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ, അതായത് ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാർക്ക് അതിൻ്റെ മരുന്ന് കിട്ടാതായി മരിക്കുന്നത്, അതുപോലെ ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാർക്ക് അതിൻ്റെ മരുന്ന് കിട്ടാതായി മരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം വ്യാപകമായിരുന്നു. ക്രൈസിസ് ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ആ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു ഈ പറഞ്ഞ ഹ്യൂമാനിറ്ററിയൻ വർക്കുമായിട്ട് അങ്ങോട്ട് പോകേണ്ട ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഗസയിൽ യുദ്ധം തുടങ്ങിയതോടെ യുക്രൈനുള്ള യൂറോപ്യൻ അമേരിക്കൻ പിന്തുണ കുറഞ്ഞു. റഷ്യ കൂടുതൽ ശക്തമായി ആക്രമണം കടുപ്പിക്കുകയുമാണ്. യുക്രൈന് ഒടുവിൽ എന്ത് സംഭവിക്കും എന്ന ആശങ്ക നിലനിൽക്കുന്നു. യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങി കാലത്തിന്റെ സാക്ഷിയായി യുക്രൈൻ ജനത. ന്യൂസ് ഡെസ്ക് 24.